ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാജേഷ് ആൻഡ് ചിന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഉത്സവമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞാൻ ആക്ച്വലി നേരത്തെ എണീറ്റൊരു 4 മണിയാകുമ്പോൾ ഞാൻ എണീറ്റു. ഇവർ നല്ല ഉറക്കമായിരുന്നു ഗൈസ്, രണ്ടുപേരും നല്ല ഉറക്കം. ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വരുന്നുണ്ടോ. അവൻ വരുന്നില്ല പറഞ്ഞ കാരണം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. അങ്ങനെ വന്ന് വീണ്ടും കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പെട്ടെന്ന് തന്നെ സ്പീഡ്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി മാറ്റിയപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ട് ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ അതിന് ശേഷമാണ് അമ്പലത്തിൽ മറ്റേ കൊടി കയറുന്നത്. അവിടെ കൊടി കയറുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ആക്ച്വലി നമ്മുടെ യാഷുമോൻ്റെ മുടി മുറിക്കാൻ, അല്ല സൈഡ് ചെവിയിൽ ഇങ്ങനെ മുടിയൊക്കെ വരുന്ന കാരണം ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളങ്ങനെ എല്ലാവരും അങ്ങനെ ജനിച്ച ദിവസം മുടി മുറിക്കുന്നുണ്ട്, അങ്ങനെയാണ് നോക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടൊക്കെ അങ്ങനെ പറയാറുണ്ട്. എന്തായാലും ഇപ്പൊ ടൗണില് ഭയങ്കര തിരക്കായിരിക്കും, അറിയാലോ. ഇനിയിപ്പോ പെരുന്നാൾ തിരക്കാണ്, എല്ലാരും ഭയങ്കര ബിസി ആയിരിക്കും. ഈ ഭാഗത്ത് വിഷുവിനെക്കാളും ഉത്സവം തോന്നുന്നു ഭയങ്കരമായിട്ട്. കടപ്പുറ ഉത്സവം അത്യാവശ്യം ഇതാണ്, നല്ല ക്രൗഡ് ഉണ്ടാവും. തിരക്കുണ്ടാവും എന്തായാലും ടൗണില്. ഒരു 5 ദിവസം 5 ഡ്രസ്സൊക്കെ എടുക്കല്ലോ. ഞാനല്ല എടുക്കില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഞാനിപ്രാവശ്യം ഇപ്പം ഇന്നലെ 2 എടുത്തു. 2 ഷർട്ടും 1 പാന്റും. ഭാര്യയും കുട്ടിയും മറന്നു. ഭാര്യയ്ക്ക് ഞാൻ ഓൾറെഡി മുമ്പ് വാങ്ങിച്ചു കൊടുത്തത് പോലും ഇതുവരെ ഒന്നും ആൾട്ടർ ചെയ്യാണ്ട് അവിടെ തന്നെ കിടപ്പുണ്ട് ഡ്രസ്സൊക്കെ. അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു പിന്നെ അവിടെ ഡ്രസ്സ് ഉണ്ടല്ലോ, വെറുതെ ഒന്നിനാ കൂട്ടി വെക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഗൈസ്. അപ്പൊ ഇങ്ങനെ എല്ലാം ഇതാക്കിട്ട് വെച്ച് പറയാൻ വേണ്ടിട്ട്. അയ്യോ അമ്മേ, എന്താണ് എന്തല്ലേ ഇവന്റെ പണിയുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പത്തേ നമ്മുടെ യാഷുമോൻ ഉറങ്ങി എണീറ്റ് അവൻ ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. വിഷം കിട്ടോ? വിഷം കുഞ്ഞിക്ക് ചോദിച്ചു മേടിക്കുന്നു. അതായത് കോളിഫ്ലവർ, സാമ്പാർ, ചോറ്. ഫുഡ് കഴിക്കുന്നോ? യെസ്. ഇതെന്താ അറിയോ? കോളിഫ്ലവർ പറഞ്ഞേ. എന്ത്? കോളി ബാജി പറഞ്ഞ കോളിഫ്ലവർ പറ. ഗൈസ്, ഇപ്പൊ നിങ്ങൾ ആദ്യം കണ്ട യാഷുവാണ് സാറിനെ അവിടെ കഴിക്കുന്നത്. ഇപ്പൊ കൊടുത്തോക്ക്. ഇങ്ങനെയാണ് അവന് മതിയായെങ്കിൽ തുപ്പും. ഇതാണ് അവന്റെ അവസ്ഥ. ചോറ് കഴിക്കാത്ത കള്ളൻ, ചോറ് കഴിക്കാത്ത കള്ളക്കുഞ്ഞി. ഹലോ ഗൈസ്, അപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞ് ഫുഡ് കൊടുക്കാനുള്ള അവൻ ആദ്യം കണ്ട കുഞ്ഞേ അല്ല, അവൻ ഒട്ടും കഴിച്ചിട്ടൊന്നുമില്ല. അതെടുത്തൂടാ മൈക്കെടുക്കാൻ വേണ്ടി പോപ്പോ. അതാ എന്ത് ചെയ്യണ്ട പറഞ്ഞ അവന് വേ സങ്കടം വരും. ടിസ്കും ടിസ്കും എന്ന് പറഞ്ഞ പേടിയേക്കും കേട്ടല്ല. ടിസ്കും വേർത്തിട്ട്. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഹെയർ ഫോൾ പ്രശ്നം നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. ഇതാണ് മമായത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഹെയർ ഫോൾ പ്രോബ്ലംസ് ഉള്ളവർക്ക് ബെസ്റ്റ് സൊല്യൂഷൻ ആണ് മമായത്തിന്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഹെയർ ഫോൾ കൺട്രോളിൽ നാച്ചുറൽ എക്സ്പെർട്ട് എന്ന് പറയുന്നത് മമായത്തിന്റെ റോസ്മേരി ഷാംപൂ ആണ്. ഇത് നമ്മുടെ ഹെയർ ഫോൾ അപ് ടു 93% വരെ റെഡ്യൂസ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാൻ മാത്രമല്ല, ഹെയർ നല്ല സ്ട്രെങ്തൻ ആവാനും സ്ട്രോങ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഷാംപൂവിൽ റോസ്മേരിയും മേത്തിദാനയുമാണ് അടങ്ങിയിട്ടുള്ളത്. വ്യാപകമായി നിർദ്ദേശിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ മിനോക്സിഡിനേക്കാൾ ഫലപ്രദവും സുരക്ഷിതവുമായ ചേരുവകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മമായത്തിൻ്റെ തന്നെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണർ ആണ്. ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്, എങ്കിൽ മാത്രമേ ഹെയർ ഫ്രിസ് ഫ്രീയും നല്ല സിൽക്കിയും ആവുള്ളൂ. മമായത്തിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് ഇഷ്ടമാണ്. പ്രോഡക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് അനുസരിച്ചിട്ട് ഇവർ പ്രോഡക്ട്സിൽ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിലൊക്കെ മമായത്തിൻ്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. മാത്രമല്ല അടുത്തുള്ള സ്റ്റോർസിലും ഇത് അവൈലബിൾ ആണ്. മമായത്തിൻ്റെ സൈറ്റിലോ ആപ്പ് വഴിയോ പർച്ചേസ് ചെയ്യുന്നവർക്ക് രാജേഷ് 2025 എന്ന കോഡ് യൂസ് ചെയ്താൽ അഡീഷണലി 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, വേണ്ടവർ പോയി ചെക്ക് ചെയ്ത് നോക്കാം. മുടി മുറിക്കാൻ ഹെയർ കട്ട് എവിടെ? ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ ഗുഡ് ബോയ്. നോക്കിയ കണ്ണടി നോക്കിയ. ഹായ്.
एक कितना है 2 और फिर नीचे 0 1 ना हाँ ആയി കഴിഞ്ഞൂടാ കൊച്ചുണ്ട് ആ ഞാൻ നോക്കുന്നു സുന്ദരനാവല്ലോ വർക്ക് വരുന്ന യേശുവിന് ഇങ്ങനെ മിടുക്കനായിരിക്കുന്നു അല്ലേ ഞങ്ങളുടെ യാശുകൂട്ടൻ കണ്ട എൻ്റെ കുഞ്ഞ് ഗുഡ് ബോയ് അല്ലേ എന്താ ലുക്ക് കാണിച്ചു കൊടുക്കും കുഞ്ഞിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക് സുന്ദരനായോ ഇഷ്ടമായോ ഓക്കെ ആയി ഓക്കെ അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ എടുത്തു കഴിഞ്ഞു ഗൈസ് ശരി നമ്മൾ ഒരു കൊറിയർ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഹലോ ഗൈസ് പറ ഹായ് പറ വേറെ ഇതല്ല ഞാൻ ഇടുന്ന തന്നെ മറ്റേ ഇവൻ്റെ ആരപ്പോൾ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് ആരെ കല്യാണത്തിൽ സത്യൻ്റെ ഗിഫ്റ്റ് അപ്പം ആർക്കോ കൊറിയർ വാങ്ങിക്കാൻ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിക്കാൻ പോവാണ് അതല്ലേ അങ്ങനത്തെ പറഞ്ഞ സാരി കേട്ടി ഞാൻ പറഞ്ഞല്ലോ കൊറിയർ കിട്ടി യാഷ്മോനില്ലേ മുടിയെല്ലാം മുറിച്ച് സുന്ദരനായി ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട് അല്ല കുഞ്ഞെ അതാരൊക്കെ പോലീസ് വന്ന പോലീസ് ആ പോലീസ് ഉണ്ടാടാ പോലീസില്ലേ കുരുത്തുകിടക്കി പോലീസ് വരും അല്ലേ യാഷു പോലീസ് വരില്ലേ വരും പറ ആ വരും ആ യാഷിനറിയും പോലീസ് വരും പോവാ നമുക്ക് വീട്ടിൽ പോവാ യാഷു പോവാം ഓക്കെ നമുക്ക് വീട്ടിൽ പോവാം ഹലോ ഗൈസ് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉത്സവം കാസർഗോഡ് കുറുമ്പ ഭരണി മഹോത്സവം അപ്പം 5 ദിവസം ഉണ്ട് പരിപാടി ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി യാഷുമോ നല്ല ഉറക്കം യാഷു നീ കുളിക്കണ്ടേ നമുക്കിനി കുളിച്ചൻ്റെ പൊന്നെ ചാച്ചിയനാ ലക്ക അടിച്ച് ഇവക്കില്ലേ ഇവനെ ഭയങ്കര കാര്യം നല്ല ഇത് സ്നേഹത്തോടെ പക്ഷെ ഇവനാണെങ്കിൽ കുരുത്തം കെട്ടവനാണെങ്കിൽ എപ്പോഴും തല്ലുകൊടുത്തോണ്ടിരിക്കും ഇതിനെ പാവത്തിനെ ഇവക്ക് ഭയങ്കര കാര്യം അവനെ അച്ചു വിളിച്ചിട്ട് പോകും ഇവന്റെ അവളെ ഏച്ചിന്റെ ബാക്കിൽ കള്ളനാണ് ഇവൻ അച്ചു വിളിക്കുന്നത് അശു അപ്പൊ എന്താ പറയണ്ട മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് വന്നു ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചാൽ ഭയങ്കര വയലന്റ് ആയിരിക്കും എന്നാണ് അവിടെ പക്ഷെ കാരണം ഓൾറെഡി ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത് അവൻ ഡ്രസ്സ് ഇടുമ്പോൾ കരഞ്ഞ് ബഹളാക്കി മൈക്കെല്ലാം ചാടി അവൻ്റെ സാധനം കാണാണ്ട് ഫുള്ള് ബഹളായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ ആള് പാവം മിണ്ടാണ്ടിരുന്നു ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഇടയ്ക്ക് ചെറിയ ഇതൊക്കെ കാണിച്ചു പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു ആക്ച്വലി അവൻ ഓക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇനി വൈകുന്നേരം രാത്രിയാകുമ്പോൾ നമ്മൾ ഇനിയിപ്പം ഇവിടെ ഉത്സവമാണ് അപ്പോൾ അവിടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇന്ന് ഡാൻസ് പ്രോഗ്രാമാണ് 5 ദിവസത്തെ പരിപാടി ഉണ്ട് 4 ദിവസത്തെ പരിപാടി ഉള്ളൂ അവിടെ 5 ദിവസം ഉത്സവം അപ്പം ഇന്ന് ഡാൻസ് ആണ് സ്റ്റാർട്ടിങ് അപ്പം ഇന്ന് കുറച്ച് കഴിഞ്ഞ് ഡാൻസ് കാണാൻ പോകണം ഐഷു നോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും അതുവരെയും അമ്മ ചവിട്ടല്ലേ മോളെ അതുവരെയും ബൈ.